അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഔഷധ ചെടികളാണ്. അപ്പോൾ നമുക്ക് ഔഷധ ചെടികൾ കാണാൻ പോയാലോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വേപ്പിൻ്റെ അടുത്താണ്. ഇതിൻ്റെ പേര് ആര്യവേപ്പ് എന്നാണ്. ഇതിന് പടർന്ന് കിടക്കുന്നതാണ് വെറ്റില. ഇതാണ് വെറ്റില, ഇത് വെറ്റില, ഇത് വേപ്പ്, ഇത് പനിക്കൂർക്ക. വളരെ ഏറെ നല്ല ഒരു ആയുർവേദം ഒക്കെ ഉള്ള ചെടിയാണ് ഇത്. ഇതാണ് കൃഷ്ണ തുളസി. ഇത് ഞാനൊക്കെ പണ്ടെടുത്ത് തിന്നായിരുന്നു. ഇതാണ് കറ്റാർ വാഴ. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ മുള്ളൊക്കെ ഉണ്ട്. കറ്റാർ വാഴ അല്ലെങ്കിൽ ആലോവേര. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള സാധനമല്ല ഔഷധ ഗുണമുള്ളത്, ഇതിൻ്റെ അകത്തുള്ള ഒരു ജെല്ലാണ് ഔഷധ ഗുണമുള്ളത്. അപ്പോൾ ഇതാണ് മുരിങ്ങാക്ക. മുരിങ്ങാക്കാൻ്റെ ഒരു മരമാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇലയും പിന്നെ ഇതിലുള്ള ആ മുരിങ്ങാക്ക, അത് തന്നെ, അത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഇലയൊക്കെ തോരനൊക്കെ വെച്ച് തിന്നും. ഇതാണ് ദേവദാരു. ഇത് എനിക്ക് തൊട്ട് കാണിക്കാനൊന്നും പറ്റത്തില്ല. ദേവദാരു ഇത്. അപ്പോൾ ഇതാണ് കണിക്കൊന്ന. അപ്പം ഇതെപ്പോഴും വിഷുവിന് ആൾക്കാർ ഫുള്ള് പറിച്ചുകൊണ്ട് പോകും. ഇത് ഫുള്ള് വിഷുവിന് നല്ല കുറേ ഉണ്ടായിരിക്കും. അപ്പം ആൾക്കാരത് അതിൻ്റെ വിത്തൊക്കെ എടുത്തുകൊണ്ട് ചെടിയിൽ പോകും. എന്നിട്ട് ഇതതിൻ്റെ കായാണ്. ഇത് പയറ് കണക്കൊക്കെ ഇരിക്കും, പക്ഷെ ഇതെൻ്റെ കായാണ്. ഇപ്പോൾ ഇത് ചെമ്പരത്തി ആണ്. ചെമ്പരത്തി ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. ഇത് നമ്മുടെ തലയിലൊക്കെ തേക്കാൻ വേണ്ടിയുള്ള ഒരു താളി ആണ്. ഇതാണ് നമ്പ്യാർ വട്ടം. ഇതിൻ്റെ അകത്ത് പൂവൊന്നുമില്ല. സാധാരണ ഇതിനകത്ത് വെള്ള കളർ പൂവൊക്കെ ഉണ്ടാവുന്ന. അപ്പം ആ പൂവൊക്കെ നമ്മൾ പറിക്കുമ്പോഴേ ഇതിനകത്തുനിന്ന് ഒരു കറയൊക്കെ വരും. ഇതാണ് സർവ്വസുഗന്ധി. ഇത് വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ്. അപ്പം ഇത് നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ചൊക്കെ കുടിക്കും. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ഇടുന്നുണ്ട്. ഇതാണ് ആനപ്പുളിഞ്ചി. ഇത് സത്യം പറഞ്ഞാൽ ഈ തത്തയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നട്ടാൽ തത്തയൊക്കെ കൊത്തിക്കൊണ്ടുപോകും. കാരണം എൻ്റെ അച്ഛൻ്റെ വീട്ടിലും ഉണ്ട് ഇത്. അപ്പം ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊന്നും ഒരിക്കലും കിട്ടാറില്ല, കാരണം തത്തയൊക്കെ കൊത്തിക്കൊണ്ടൊക്കെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളുടെയൊക്കെ ഔഷധ ഗുണമുള്ള ചെടികളൊക്കെ. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടില്ലേ? അപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അത് മാത്രമല്ല, നിങ്ങളും ഇങ്ങനത്തെ ഔഷധ ചെടികൾ നടുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലതാണ്. ഇനിയും കുറേ ചെടികളുണ്ട്, പക്ഷെ അത് വലിയ മുകളിലൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ എടുത്താലൊന്നും ക്ലിയർ ഒന്നും ആവുന്നില്ല. അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണേലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ. ഹിയർ ഈസ് സാമി സൈനിങ് ഔട്ട്.